പാരമില്ലാത്ത വാരിധി കണ്ടപ്പോൾ പാരം ഖിന്നരായി വാനരരെല്ലാരും ദക്ഷിണാംബുധി തന്നെ തീരത്തിൽ ഭക്ഷണം കൂടാതെ മരുവീടിനാർ. ഭാനുവംശമണി തന്റെ ലീലകൾ വാനരന്മാർ പറഞ്ഞങ്ങിരിക്കുമ്പോൾ അക്കഥ കേട്ടു കൃഷ്ടനായി സമ്പാദി സൽക്കരിച്ചവരോടേവം ചൊല്ലിനാൻ. എന്താ വായിക്കണേ? സുന്ദരകാന്ഡം പാന. ഇത് നിങ്ങളുടെ ഒരു വല്യമാവൻ എഴുതിയതാണ്, അറിയോ? വല്യമാവനോ? ആ വല്യമാവന്റെ ഫോട്ടോ കളിക്കോട്ടിരിക്കണ്ടോ? അതെനിക്കറിയില്ല. അമ്മാമ്മൻ എഴുതിയ കഥ പറഞ്ഞുതരോ അമ്മൂമ്മേ പ്ലീസ്? വേണ്ട, അമ്മ എഴുതിയിരിക്കണ വേണ്ട, അമ്മാവന്റെ കഥ പറഞ്ഞാൽ മതി. അമ്മാമ്മമാരുടെ അമ്മൂമ്മമാരുടെ കഥ എന്ന് വെച്ചാൽ നിങ്ങളുടെ കഥ തന്നെയാണ്, നമ്മുടെ കുടുംബത്തിന്റെ കഥ. എന്താ കേൾക്കണം? മറഞ്ഞു ശക്തനാ സൂര്യൻ 14 അപ്പൂറം നിറഞ്ഞു കൂരിരുട്ട് എങ്ങും തളർന്നു ജീവ സഞ്ജയം. ശക്തന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ചിറ്റമ്മയുടെ അപ്പ അമ്മണി, എത്ര നേരെ കാപ്പി കാലായിട്ട് വരൂട്ടോ. രാമവർമ്മയ്ക്ക് ഭരണമൊക്കെ കഷ്ടിയാണ്. കവിത എഴുത്തും വായനയൊക്കെയാണ് പ്രധാനം. വിളിച്ച ആരും വിളിയൊക്കെ തന്നെ ഇല്ല. ഹോംവർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വിവരമില്ലച്ച വേണ്ട. അമ്മൂമ്മക്കെങ്കിലും പറഞ്ഞൂടെ? എല്ലാവരും കടക്കന്നെ. വരൂ. ഈശ്വരൻ തന്നെ രാമനെന്നുള്ളിൽ നീ വിശ്വാസത്തോടിനിയും വഴി പോലെ. ഇഹലോകത്തിൽ കീർത്തിയും സജ്ജന ബഹുമാന്യതയും തവ നിത്യവും മഹാ. കൊടുത്തയക്കാം. ആയിക്കോട്ടെ. രാമവർമ്മ രാജാവായിട്ട് 2.5 കൊല്ലം ഉണ്ടായുള്ളൂ. അദ്ദേഹം തീപ്പെട്ടു. മരിച്ചോ? എങ്ങനെ? ദുർമരണമായിരുന്നു എന്നാണ് കേൾക്കണേ. എന്നിട്ട് മക്കാളെ സാഹിബ് നിയമിച്ചില്ലേ പുതിയ സർവാധികാരിക്കാരെ, ചെറുപറമ്പത്ത് ഉണ്ണികൃഷ്ണനെ. ഹനുമാൻ അഞ്ജനാസൂനു വായുപുത്രോ മഹാബല രാമേഷ്ട ഫൽഗുനസഖ പിംഗാക്ഷോ അമിത വിക്രമ ഉദധിക്രമണശ്ചൈവ സീതാശോക വിനാശന
ലക്ഷ്മണ പ്രാണദാതാച ദശഗ്രീവസ്യ ദർഭഃ അർജുന ഭർഗുനോ ജിഷ്ണു കിരീടി ശ്വേതവാഹന വീഭത്സുരു വിജയ പാർത്ഥ സവ്യസാചി ധനഞ്ജയ ബ്രഹ്മാണം ശൂലപാണിം കരിം അമരവതിം ഭാസ്കരം സ്കന്ധവിന്ദും വിഘ്നം മന്യം ധനേശം വരുണമഭി യമം ഉറങ്ങില്ലേ? ഒന്ന് പറഞ്ഞു തരുമോ? അതിപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ. അഞ്ജനാചലം പോലുള്ള ദേഹവും ക്രൂരമായുള്ള ദംഷ്ട്രകളും പല്ലും ഘോരമാകും നയനങ്ങളും മൂക്കും വജ്രമേറ്റ വടുക്കളും കണ്ടുതേ നീണ്ട കൈകളും കണ്ടു ശയനത്തിൽ നീണ്ട പാമ്പുകൾ പോലെ ഇരുപതും. എവിടെ വെച്ചോളൂ. ഇതുപോലെ ഒരു ഉണ്ണിയമ്പൂരിയാണ് ഇളയമ്പുരാൻ കുഞ്ഞുകൃഷ്ണൻ്റെ അടുക്കലേക്ക് അയച്ചത്. അട്ടഹാസവും ചെയ്തേവം ചൊല്ലിനാൻ ദൃഷ്ടമാം വണ്ണം വായുസുതനോട് ആരു നീ എന്തിനായിഹ വന്നതും വിരവോടെ പറഞ്ഞാലുമെന്നോട് കാണുവാനായി വന്നേനഹമിക കാരണമെന്തിന്നെന്നെ തടുപ്പാനും ഘോരമാവണ്ണമട്ടഹാസം ചെയ്തു കരം കൊണ്ടെന്നടിച്ചു ഹനുമാനെ. മേനോൻ ഇത്ര ധിക്കാരോ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളൊക്കെ എന്താ അനങ്ങാണ്ടിരിക്കണേ? എന്നിട്ട് ആരും ഒന്നും ചെയ്തില്ലേ? രാമവർമ്മയ്ക്ക് 2 അനിയന്മാരായിരുന്നില്ലേ? 2 ആളും വല്യമ്പ്രാനായോ? അയ്യോ, ഏറ്റവും ഇളയ ആള് ഇളയമ്പ്രാനായിരിക്കുമ്പോൾ തന്നെ മരിച്ചു. പ്രായം അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ. ഏയ്, കുഞ്ഞുകൃഷ്ണൻ കൈവശം കൊടുത്തു എന്നാ കഥ. ചിലരെ കാലുകൊണ്ടുവധിച്ചുതേ, ചിലരെ തല കൊണ്ടുവധിച്ചുതേ, ചിലരെ നഖം കൊണ്ടുവധിച്ചുതേ, ചിലരെ നാദം കൊണ്ടുവധിച്ചുതേ. എന്താപ്പാ? എനിക്ക് മനസ്സിലായി, കുഞ്ഞുകൃഷ്ണമേനോൻ കൊന്നു അല്ലേ? വേഗം ഊണ് കഴിച്ചെണീക്കൂ. എന്താപ്പാ? ക്ഷോണിയിൽ രഥഛത്രങ്ങൾ വീണുതേ, ശോണിതവും ഒഴുകി തുടങ്ങിയതേ. മതി, ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കുക. എന്നാ കഥ പറഞ്ഞുതരണം. കാത്തിയോ? നീ എന്താ കഥ ബാക്കിയുള്ളത്? അപ്പൊ ആരും ബാക്കി ഇല്ലാണ്ടായോ? ആളൊക്കെ ഉണ്ട്. കേരളോർമ്മയ്ക്ക് അത്ര മിടുക്കൊന്നുമില്ല. കാര്യപ്രാപ്തി സുഭദ്രതമ്പനെ ഉണ്ടായിരുന്നുള്ളൂ. സുഭദ്രതമ്പനെ പോലെയുള്ള അമ്മമാരുടെ ആത്മബലമാണല്ലോ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗ്യം.
അങ്ങയുടെ കത്ത് കിട്ടിയവാറെ നാം സഹോദരിമാരെയും കുട്ടികളെയും ഇവിടെ വിളിപ്പിച്ചിരിക്കുന്നു. കുഞ്ഞികൃഷ്ണമേനവനെ സർവാധിസ്ഥാനത്തു നിന്നും ഇപ്പോൾ തന്നെ നീക്കം ചെയ്യുകയില്ലെങ്കിൽ കുടുംബം ഒന്നാകെ പ്രാണനെ കളവാനാണ് നമ്മുടെ തീരുമാനം. ഇത്തരം പറഞ്ഞ ആശ്ലേഷവും ചെയ്തു യാത്രയും ചൊല്ലി പോയാൻ ഗരുഡനും. ആലസ്യം തീർന്നിവണ്ണം ദശരഥ ബാലകന്മാരെ ജീവിച്ചു കണ്ടപ്പോൾ അല്ല, സുഭദ്രത്തമ്പുരാൻ മെക്കോളെ സാഹിബിന് കൊടുത്തയച്ചത് ഒരു സൂയിസൈഡ് നോട്ടിൻ്റെ ഛായയില്ലേ? എന്തായിരുന്നു അതിനർത്ഥം? ഒരു മാസ് സൂയിസൈഡ് മനസ്സിലുണ്ടായിരുന്നോ? ആവോ, ആർക്കാ രൂപം? പൂർണ്ണത്രയീശനും പഴയന്നൂരമ്മയും മൺട്രോ സാഹിബും സഹായിച്ച ഒന്നും വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ ഉണ്ടാവുമോ? അതോ കുഞ്ഞീഷമ്മേനെ മാറ്റാനുള്ള കളി കളിച്ചതാണോ? ആർക്കറിയാം എൻ്റെ കുട്ടി. അതാ പട്ടേരി വന്നല്ലോ. വഴിപാട് ലിസ്റ്റ് എവിടെയാ? കല്ലിന്മേലും മലമേലും ഉള്ളിലും തല്ലി അന്ധകൻ എന്നെ ഇഴയ്ക്കുമ്പോൾ അല്ലൽ പോകുവാനായിട്ടു കാണണം തൃപ്പുണിത്തുറേമേവും നാരായണ. കാലിന്മേൽ പാശം കെട്ടിയിഴച്ചെന്നെ ആലസ്യം വരുത്തിക്കൊണ്ടുപോകുമ്പോൾ മാലകറ്റുവാനായിട്ടു കാണണം തൃപ്പുണിത്തുറേമേവും നാരായണ. കിങ്കരരൂപം കണ്ടു ഭയം പൂണ്ടു സങ്കടമായി ഞാനുഴലുന്നേരം പങ്കജാക്ഷനെ കാണുമാറാകണം തൃപ്പുണിത്തുറേമേവും നാരായണ.